ഓക്കെ, നമ്മൾ EMTയുടെ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് കൂളോംസ് ലോ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, പൊട്ടൻഷ്യൽ, ഗോസസ് ലോ. നമ്മൾ +2 പഠിച്ചിട്ടുള്ളത് തന്നെ നമ്മൾ കുറച്ചുകൂടെ വിശദമായിട്ട് പഠിക്കുന്നു. ഓക്കെ, അപ്പം ഫസ്റ്റ് കൂളോംസ് ലോ എന്താണെന്ന് അറിയാമല്ലോ. രണ്ട് ചാർജസ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ടുള്ള ഡിഫറെൻറ്റ് ചാർജസ് ഉള്ള ഓപ്പോസിറ്റ് പൊളാരിറ്റി ഉള്ള രണ്ട് ചാർജസ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് R എന്ന ഡിസ്റ്റൻസിൽ അകത്തി വെച്ചിരിക്കുന്നു. അപ്പം ആ രണ്ട് ചാർജസ് തമ്മിൽ ഓരോ ചാർജസ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതുന്നത് ബൈ യൂസിങ് കൂളോംസ് ലോ അനുസരിച്ചാണ്. സോ നമ്മൾ കൂളോംസ് ലോ അനുസരിച്ച് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതും? The force directly proportional to product of two charges and inversely proportional to square of the distance between them. ഇതാണ് കൂളോംസ് ലോയുടെ ഡെഫിനിഷൻ. അപ്പോൾ നമ്മൾ ഇക്വേഷനായിട്ട് എങ്ങനെ എഴുതും? F directly proportional to Q1 Q2 by R square. ഇനി ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമുക്കൊരു കോൺസ്റ്റൻറ്റ് കൊടുക്കാം K. സോ F is equal to K into Q1 Q2 by R square. ഇനി ആ Q എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അത് പറയുന്നത് 1/4π എപ്സിലോൺ. എപ്സിലോൺ എന്ന് പറയുന്നത് അബ്സലൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയവും എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ 0 എപ്സിലോൺ R ആണ്. എപ്സിലോൺ 0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 8.854 × 10⁻12 ആണ്. ഇതൊക്കെ ഓർത്ത് വെക്കുക, എപ്സിലോൺ 0യുടെ വാല്യൂ. ഇനി എപ്സിലോൺ R എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയമാണ്. ഈ അബ്സലൂട്ട് പെർമിറ്റിവിറ്റി അഥവാ എപ്സിലോൺ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആൻഡ് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ആണ്. എപ്സിലോൺ 0 × എപ്സിലോൺ R എപ്സിലോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എപ്സിലോൺ 0 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു. ഇനി 1/4π എപ്സിലോൺ 0യുടെ മൊത്തത്തിലുള്ള വാല്യൂ ആണ് 9 × 10⁻9. രണ്ട് വാല്യൂസ് ഓർത്ത് വെക്കുക, പ്രോബ്ലം ചെയ്യുമ്പം എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം കൂളോംസ് ലോയുടെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 പോയിൻറ്റ് ഇലക്ട്രിക് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇനി ഇവിടെ ഒരു 3 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇത് മൂന്നും ചാർജസ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെക്കുമ്പം ഏത് ടൈപ്പ് ഫോഴ്സാണ് അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തെ ഫസ്റ്റ് ഫിഗറിനകത്ത് രണ്ട് സെയിം പൊളാരിറ്റി ഉള്ള, അതായത് രണ്ട് ചാർജസും നെഗറ്റീവ്ലി ചാർജ്ഡ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്യുന്നു. രണ്ട് ലൈക്ക് ചാർജസ് നമ്മളൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെക്കുമ്പം അവിടെ എന്ത് ഫോഴ്സാണ് അനുഭവപ്പെടുന്നത്? റിപ്പൾസീവ് ഫോഴ്സാണ് അനുഭവപ്പെടുന്നത്. ഇനി രണ്ട് പോസിറ്റീവ് ചാർജസ് വെക്കുമ്പോഴും സെയിം റിപ്പൾസീവ് ഫോഴ്സ് തന്നെയാണ്. രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കിനും അവിടെ ഉണ്ടാകുന്ന ചാർജാണ് അട്രാക്റ്റീവ് ഫോഴ്സ്. ഓക്കെ, അപ്പം ഒരു ചാർജിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ആ ചാർജസ് എന്ന് പറയുന്നത് ഈക്വൽ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡിറക്ഷനും ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ ചാർജസിൽ ഫോഴ്സ് അനുഭവപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. ഒരു ചാർജിലും ആ ഒരു ഫോഴ്സിൻ്റെ എഫക്റ്റ് വരത്തില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഈ കൂളോംസ് ലോ കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ചാർജസ് പ്ലേസ് ചെയ്തിരിക്കുന്ന മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അതാണ് എപ്സിലോണും എപ്സിലോൺ 0 ഒക്കെ നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തേത്, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത് നമ്മൾ ജോയിൻ ചെയ്യുന്ന ലൈനിൽ എലോണായിട്ടായിരിക്കും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി ഈ ചാർജസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഇൻ ഡിറക്ഷനും ആയിരിക്കും. ഓക്കെ, ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷനും ആയിരിക്കും. ഇനി അടുത്ത കൂളോംസ് ലോയുടെ വെക്റ്റർ ഫോമാണ് പറയാൻ പോകുന്നത്. കൂളോംസ് ലോയുടെ വെക്റ്റർ ഫോം പറയുമ്പം നമ്മളതൊരു പോയിൻറ്റ് ചാർജ് വെച്ചിട്ടാണ് പറയുന്നത്. അതായത് വെക്റ്റർ വെച്ചിട്ട്, പൊസിഷൻ വെക്റ്റർ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. XYZ ആക്സിസിൽ Q1 എന്ന ഒരു ചാർജിലേക്കുള്ള ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് R1. Q2 എന്ന ചാർജ് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് R2. എന്നാൽ ഈ Q1ഉം Q2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നതാണ്. AB രണ്ട് പോയിൻറ്റ് വെക്റ്ററുകൾ, അതായത് ഒറിജിനിൽ നിന്നല്ലാതെ രണ്ട് വെക്റ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R12
അതായത് R2 മൈനസ് R1 ചെയ്താൽ മതി എന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം R1 R2 എന്ന് പറയുന്നത് Q1 Q2ൻ്റെ പൊസിഷൻ വെക്റ്റേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ Q1 Q2 ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R2 മൈനസ് R1 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് Q2, അതായത് Q2 ചാർജിൽ Q1 കാരണം അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണ് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പം F2 നമുക്ക് കൊടുക്കാം, കാരണം Q2ൻ്റെ ചാർജ് ഫോഴ്സാണ്. സോ F2 എന്ന് കൊടുക്കാം. F2 = 1/4πε0 Q1 Q2 R12 സ്ക്വയർ. Q1 ഇത് കൂളംസ് ലോ അനുസരിച്ച്, അതായത് Q1 Q2 R12, രണ്ട് ഓപ്പോസിറ്റ് ചാർജസ് ബൈ അതിൻ്റെ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇനി ഇതാണ് മാഗ്നിറ്റ്യൂഡ് വൈസ് ഇതിൻ്റെ ഫോഴ്സിൻ്റെ വാല്യൂ. എന്നാൽ നമ്മളിതിൻ്റെ ഡിറക്ഷൻ, വെക്റ്റർ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും വേണം. സോ ഡിറക്ഷൻ എഴുതുമ്പോഴത്തേക്കിനും എന്ത് വരും? ഇതിൻ്റെ കൂടെ നമ്മുടെ യൂണിറ്റ് വെക്റ്റർ കൂടെ വരും. ഇതിൻ്റെ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? A12 കൂടെ വരും. ആ A12 എന്താണ്? R2 മൈനസ് R1 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് R2 മൈനസ് R1. ഇത് നമ്മൾ ഫസ്റ്റ് മോഡലിൽ പഠിച്ചിട്ടുണ്ട്. ഒരു വെക്റ്ററിൻ്റെ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് ആ വെക്റ്ററെ ഡിവൈഡഡ് ബൈ ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് A12. അപ്പോൾ നമ്മൾ ഈ ഫോഴ്സിൻ്റെ കൂടെ നമ്മൾ അതിൻ്റെ യൂണിറ്റ് വെക്റ്ററോട് ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് എന്ത് കിട്ടും? ആ ഒരു കൂളംസ് ലോയുടെ വെക്റ്റർ ഫോമാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ A12ന് നമ്മളിപ്പം പറഞ്ഞ ആ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് എന്ത് കിട്ടും? വാല്യൂസ്, അതായത് കൂളംസ് ലോയിൽ എന്ത് കിട്ടും? വെക്റ്റർ ഫോമിൽ കിട്ടും. ഓക്കെ, ഇനി നമുക്കിത് വെച്ച് ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. കാൽക്കുലേറ്റ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ പോയിൻറ്റ് ചാർജ് 2 microcoulomb due to a point charge -4 microcoulomb in free space. The separation between the charges is 20 centimeter. ഇതൊരു ഡയറക്റ്റ് പ്രോബ്ലമാണ്. രണ്ട് ചാർജസ് അതിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസും 20 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ കൂളംസ് ലോയുടെ വെക്റ്റർ ഫോം അനുസരിച്ച്, വെക്റ്റർ ഫോമുല നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചായിരുന്നു, ആ വെക്റ്റർ ഫോമുല അനുസരിച്ച് എന്ത് ചെയ്യണം? ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്ന ഇക്വേഷൻ, വെക്റ്റർ ഫോമുലയുടെ ഇക്വേഷൻ യൂണിറ്റ് വെക്റ്ററോട് ആഡ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് 1/4πε0 Q1 Q2 R2 മൈനസ് R1 ബൈ R2 മൈനസ് R1 ഹോൾ ക്യൂബ്. യൂണിറ്റ് വെക്റ്ററോട് ആഡ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കിനും 1/4πε0ൻ്റെ വാല്യൂ മൊത്തത്തിൽ 9 × 10⁻⁹ ആണെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചു. അത് നിങ്ങൾ ബൈ ഹാർട്ടാക്കി വെക്കുക. ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്, എന്തായിട്ട്? 2 മൈക്രോകൂളമായിട്ട്. മൈക്രോകൂളമാണ്. സോ ഇൻറ്റു 10⁻⁻6 ചെയ്യണം. ഇനി അടുത്തത് -4 മൈക്രോകൂളം തന്നിട്ടുണ്ട്. മൈനസ് പ്രോബ്ലം ചെയ്യുമ്പം അങ്ങനെ തന്നെ ഇടുക, ഒരു വ്യത്യാസവും വരുത്തണ്ട. മൈനസ് ഒന്നും കളയാതെ തന്നെ പ്രോബ്ലം ചെയ്യണം. അത് കഴിഞ്ഞ് 20 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ തന്നെയാണ്, അതായത് പ്ലെയിൻ, വേറൊന്നും അവരെടുത്ത് പറഞ്ഞിട്ടില്ല. സോ ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാം കാർട്ടീഷ്യനിൽ തന്നെ ചെയ്യുക. അതായത് യൂണിറ്റ് വെക്റ്റർ 20ax എന്ന് തന്നെ എടുക്കുക. ഇനി എടുത്ത് സിലിണ്ടറിക്കൽ എന്നോ സ്പെറിക്കൽ എന്നോ പറഞ്ഞാൽ മാത്രം AR എന്നോ അങ്ങനെ എന്തെങ്കിലും കൺസിഡർ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 20ax ആണ്, 20 സെൻറ്റിമീറ്റർ ആണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും മീറ്ററിൽ ചെയ്യുക. അപ്പോൾ 0.2ax എന്ന് കിട്ടും. ബൈ 0.2 ദ ഹോൾ ക്യൂബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ വാല്യൂ -1.8ax എന്ന് കിട്ടും. ഇനി ഇതിൻ്റേത് നമുക്ക് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം. മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോഴത്തേക്കിന് എന്ത് വരും? AXും പോകും മൈനസും പോകും. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1.8 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ R2 മൈനസ് R1 എന്ന് പറയുന്നത് 0.2ax എന്ന് പറഞ്ഞത്, നമ്മൾ എപ്പോഴും രണ്ട് ചാർജ് തന്നു, അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ, അങ്ങനെ എന്തെങ്കിലും ഒരു സെൻറ്റിമീറ്റർ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാർജ് ഒറിജിൻ ആണെന്നും, അതായത് 0 പോയിൻറ്റിലാണെന്നും, രണ്ടാമത്തെ ചാർജ് അത്രയും ഡിസ്റ്റൻസ് മാറിയാണെന്നും കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് 0.2 - 0 എന്ന് നമ്മളെടുത്ത് 0.2ax എന്നുള്ളൊരു വാല്യൂ കൊടുത്തത്. സാധാരണ നമ്മൾ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്, അതായത് നമ്മളിപ്പം ഫസ്റ്റ് മോഡൽ ചെയ്ത പോലെ തന്നെ ഒരു വെക്റ്റർ കണ്ടുപിടിക്കാൻ x2 - x1 ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യുന്നു, പൊസിഷൻ വെക്റ്റർ കണ്ടുപിടിക്കുന്നു. ഓക്കെ,
അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഫോഴ്സ് വെക്റ്റർ ഫോമിൽ ചെയ്തപ്പോൾ മൈനസ് കിട്ടി. മൈനസ് കിട്ടുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ചാർജ് എന്ന് പറയുന്നത് ഒറിജിന് ടുവേർഡ്സ്, അതായത് ഒറിജിനിലോട്ടാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അതിനെ സൂചിപ്പിക്കുന്നതാണ് മൈനസ് എന്നുള്ളൊരു ഇത്. അപ്പം മൈനസ് കിട്ടിയെന്ന് പറഞ്ഞത് തെറ്റാണെന്നല്ല അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം ഇത് ഡയറക്റ്റ് പ്രോബ്ലമാണ്. ഇങ്ങനത്തെ പ്രോബ്ലമൊക്കെ പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു പ്രോബ്ലമാണ്. ഒരു ചാർജ് തന്നിട്ടുണ്ട് -20 മൈക്രോ കൂളം. അത് ലൊക്കേറ്റ് ചെയ്യുന്ന പൊസിഷൻ തന്നിട്ടുണ്ട് -646. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാർജ് തന്നിട്ടുണ്ട്, അത് ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു പോയിൻറ്റും തന്നിട്ടുണ്ട്. ഫ്രീ സ്പേസിലാണെന്ന് പറയുന്നുണ്ട്. അപ്പം ε0 ഉപയോഗിച്ചാൽ മതി. ഫൈൻഡ് ഫോഴ്സ് എക്സേർട്ടഡ് Q2 by Q1. നമ്മൾ Q1 Q2 എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ Q1 തന്നിട്ടുണ്ട്, Q2 തന്നിട്ടുണ്ട്. F2ൻ്റെ വെക്റ്റർ ഫോമിലെ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ എന്ന് പറയുന്നത് എക്സിൻ്റെ പോയിൻറ്റും വൈയുടെ പോയിൻറ്റും ഇസഡിൻ്റെ പോയിൻറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെക്റ്റർ എന്ന് പറയുന്നത് AX, AY, AZ എല്ലാം വരും. ഇതെല്ലാം കൊടുത്ത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിച്ച് A12 ചെയ്ത് അത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, R2 - R1 എന്ന് പറയുന്നത് AX, AY, AZ ഉള്ള ടേം കിട്ടും. അതായത് ഇപ്പം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന പോലെ 5AX + 8AY - 2AZ, അതുപോലെ തന്നെ -6AX 4AY 6AZ എന്നുള്ള വാല്യൂ കിട്ടും. അപ്പം ആദ്യത്തെ പോയിൻറ്റിൽ നിന്ന് രണ്ടാമത്തെ പോയിൻറ്റ് കുറച്ച് പൊസിഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഫോഴ്സിനകത്ത് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, √AXൻ്റെ കോയിഫിഷ്യൻ്റെ സ്ക്വയർ + AYയുടെ കോയിഫിഷ്യൻ്റെ സ്ക്വയർ + AZൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ചെയ്തത് തന്നെയാണ്. അതിൻ്റെ ആ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബാക്കി എല്ലാ മൊഡ്യൂളിൻ്റെയും ബേസാണ്. അപ്പം ആ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ മൊഡ്യൂളിലെയും പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് പ്രോബ്ലം. ഇനി അടുത്ത ഒരു ടൈപ്പ് പ്രോബ്ലമാണ്. ഇതെല്ലാം കൂളംസ് ലോ ബേസ് ചെയ്തിട്ട് ചോദിക്കുന്ന പ്രോബ്ലംസാണ്. ഇനി അടുത്തൊരു പ്രോബ്ലമാണ്. നമുക്കൊരു സിമെട്രിക് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിക്സിലും 3 ചാർജസ് ഉണ്ട്. ഈക്വൽ ചാർജസ് ആണ് Q, Q, Q. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ഇങ്ങനൊരു പ്രോബ്ലം, ഇപ്പോൾ ഏതൊരു ഇപ്പോൾ പെൻറ്റഗൺ ആവാം, ഹെക്സഗൺ ആവാം, സ്ക്വയർ ആവാം, റെക്റ്റാങ്കിൾ ആവാം, ഒരു പോളിഗൺ ഷേപ്പ് തന്നാലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. എത്ര പോയിൻ്റ് ഉണ്ടോ ആ പോയിൻറ്റിൻ്റെ എല്ലാം കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഇപ്പം ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കേസിൽ നമുക്കൊരു ട്രയാങ്കിളാണുള്ളത്. ABC എന്ന് പറയുന്ന 3 സൈഡ്സ് ഉണ്ട്. ഈ 3 സൈഡ്സിൻ്റെയും കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പം ഇതിനെ സംബന്ധിച്ച് BC എന്ന് പറയുന്ന പോയിൻ്റ് X ആക്സിസിലാണ് കിടക്കുന്നത്. സോ അതിൻ്റെ പോയിൻ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയ പ്രോബ്ലം അല്ല. ഈ ഒരു പ്രോബ്ലത്തിനകത്ത് C കിടക്കുന്നത് ഒറിജിനിലാണ്. സോ അതിൻ്റെ പോയിൻ്റ് എന്താണ്, 0, 0. ഇനി B എന്ന പോയിൻ്റോ, ഒറിജിനിൽ നിന്നും ഡിസ്റ്റൻസ് മാറിയാണ് Xൽ. X ആക്സിസിൽ കിടക്കുമ്പം Yയുടെ കോർഡിനേറ്റ് എന്താണ്, 0 ആണ്. അപ്പം Bയുടെ പോയിൻ്റ് എന്ത് കിട്ടും, A0. ഇനി അടുത്ത എയുടെ പോയിൻ്റ് കണ്ടുപിടിക്കണം. എയുടെ പോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് AC ഈ ഒരു റൈറ്റ് ആംഗിൾ, ഒരു ഹാഫ് റൈറ്റ് ആംഗിൾ ഇതിനകത്ത് നിന്ന് കൺസിഡർ ചെയ്യാം. അപ്പം അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കിനും ഇപ്പം അതല്ല കൺസിഡർ ചെയ്യണമെങ്കിൽ ഇപ്പം AC എന്നൊരു പോയിൻ്റ് ഹൈപ്പട്ന്യൂസ് ആക്കിക്കൊണ്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ, ഞാൻ ആ റെഡിങ്കിൽ വരച്ചേക്കുന്ന ആ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കിനും എന്ത് കിട്ടും, X ആക്സിസിന് പാരലാണ് ഈ ഒരു ഈ ഒരു A/2 എന്ന് പറയുന്ന ടേം. സോ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ A/2 വരും. ഹൈപ്പട്ന്യൂസ് A വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈയിലെ കോർഡിനേറ്റ്സ് ആണ്. ഓക്കെ, അപ്പം വൈ കോർഡിനേറ്റ്. ഓക്കെ, അപ്പം Y കോർഡിനേറ്റ് ഞാനിവിടെ X എന്നാണ് എഴുതിയേക്കുന്നത്, അത് Y കോർഡിനേറ്റ് ആണ്. സോ Y കോർഡിനേറ്റ് എന്ന് പറയുന്നത് പൈതഗോറസ് തിയറം അനുസരിച്ച് √ഹൈപ്പട്ന്യൂസ് സ്ക്വയർ - ബേസ് സ്ക്വയർ അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ചെയ്താൽ മതി. അപ്പം Y = √A² -
a/2 ദി ഹോൾ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് y ആക്സിസ് എന്ത് കിട്ടും? √3 a/2 വരും. ഇത് തിരുത്തുക, അത് y ആണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്, x എന്ന് ജസ്റ്റ് അറിയാതെ എഴുതിയതാണ്. ഓക്കെ, അപ്പം വൈയുടെ കോർഡിനേറ്റാണ് √3 a/2 എന്ന് കിട്ടിയത്. അപ്പം നമുക്ക് ABC എന്ന് പറയുന്ന 3 പോയിൻറ്റിൻ്റെയും കോർഡിനേറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാം എന്ത് കണ്ടുപിടിക്കണം? വെക്റ്റർ ഫോമിൽ എഴുതണം. സോ R എന്ന് പറയുന്ന പോയിൻ്റാണ് a/2 ax പ്ലസ് √3 a/2 ay, എയുടെ പോയിൻ്റ്. അത് നമ്മൾ പൊസിഷൻ R എന്നെടുക്കുന്നു. അടുത്ത R1 എന്ന് പറയുന്നത് B എന്ന പോയിൻറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ax. അടുത്ത R2 എന്ന് പറയുന്നത് C ആണ്, അത് 0, ഒറിജിനിൽ തന്നെയാണ്. സോ 0. ഇനി നമ്മൾ ഇത് 3 സിമെട്രിക് ഈക്വൽ ചാർജസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ചാർജസ് ഒക്കെ, അതായത് ബിയിലെയും സിയിലെയും ക്യൂ ചാർജസ് എയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എയിലുള്ള ക്യൂ ചാർജിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷൻ വെക്റ്റർ സിയും എയും തമ്മിലുള്ള പൊസിഷൻ വെക്റ്റർ വേണം, ബിയും എയും തമ്മിലുള്ള പൊസിഷൻ വെക്റ്റർ വേണം. അപ്പം പൊസിഷൻ വെക്റ്റർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പം എയിലേത് R, സിയിലേത് R1. സോ എന്ത് ചെയ്താൽ മതി? R മൈനസ് R1. അതേപോലെ തന്നെ മറ്റേത് അടുത്ത ബിയിലെ ചെയ്യുമ്പം R മൈനസ് R2 ചെയ്താൽ മതി. ആറിൻ്റെ നമുക്ക് ഫോമുല അറിയാം, R1ൻ്റെ വാല്യൂ അറിയാം. ഇത് രണ്ടും നമ്മൾ മൈനസ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് എന്ത് കിട്ടും? R മൈനസ് R1 കിട്ടും, R മൈനസ് R2 കിട്ടും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡും എടുക്കുക. ഇതിൻ്റെ എല്ലാം മാഗ്നിറ്റ്യൂഡ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് A എന്ന് തന്നെ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, സിമ്പിളാണ്. നമുക്ക് മാഗ്നിറ്റ്യൂഡ് A എന്ന് തന്നെ കിട്ടും. ഇതെല്ലാം ഫസ്റ്റ് മൊഡ്യൂളിലെ പൊസിഷൻ വെക്റ്റർ കണ്ടുപിടിക്കുന്ന പോർഷനാണ്. ഓക്കെ, അപ്പോൾ A എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? കൂളംസ് ലോ അനുസരിച്ച് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതുക. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതുമ്പം നമുക്കിവിടെ 2 ഫോഴ്സ് കാരണം ഒരു പോയിന്റിലുണ്ടാവുന്നതാണ്. അതായത് 2 ചാർജ് കാരണം, സിയിലെ ചാർജ് കാരണമുണ്ട്, ഡിയിലെ ചാർജ് കാരണമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് 2 ടേം വന്നത്. Q2 R മൈനസ് R1 ബൈ മോഡുലസ് ഓഫ് R മൈനസ് R1 ദ ഹോൾ ക്യൂബ് പ്ലസ് Q2 ഇൻറ്റു R മൈനസ് R2 ബൈ R മൈനസ് R2 ദി ഹോൾ ക്യൂബ് എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഇതിനകത്ത് എല്ലാം ഇട്ട് R മൈനസ് R1ൻ്റെയും മോഡുലസിൻ്റെ ഒക്കെ വാല്യൂ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഫൈനൽ നമുക്ക് എന്ത് കിട്ടും? Q2 √3 ബൈ 4πε0 a² എന്നൊരു വാല്യൂ കിട്ടും. നിങ്ങളിത് ചെയ്യുക, ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും അസൈൻമെൻറ്റായിട്ട് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു വട്ടം ഒന്ന് എഴുതി ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി രണ്ടാമത്തേത്, ഈ നമ്മൾ ട്രയാങ്കിൾ ചെയ്ത പോലെ തന്നെ സ്ക്വയറിൻ്റെ ചെയ്യണം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻറ്റായിട്ട് തരികയാണ്. ഞാൻ ഇതിനകത്ത് ആൻസർ ചെയ്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നോട് പറയുക. ഓക്കെ, ഇനി അടുത്ത ടേമാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു റീജിയണിൽ ഒരു ടെസ്റ്റ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ഒരു പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആ പോയിൻറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിലെന്ത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതായത് ഡയറക്ഷനും ഉണ്ട് മാഗ്നിറ്റ്യൂഡും ഉണ്ട്. ഡിനോട്ട് ചെയ്യുന്നത് E വെച്ചിട്ടാണ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് Q ടെൻസ് ടു 0 F/Q ആണ്. അതായത് ഫോഴ്സ് ബൈ ചാർജ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. നമ്മൾ മുമ്പേ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള കുറേ പ്രോബ്ലംസ് ചെയ്തു. ആ പ്രോബ്ലത്തിൽ തന്നെ ഒരു B പാർട്ടായിട്ട് നിങ്ങളോട് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും കൂടി ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ കൂളംസ് ലോ വെച്ച് ഫോഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഫോഴ്സ് ബൈ ചാർജ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഏത് പോയിൻറ്റിലാണോ വേണ്ടത് ആ പോയിൻറ്റിലെ ചാർജ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിൻറ്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കിട്ടും. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ കൂളം, അതായത് ഫോഴ്സ് ബൈ ചാർജ്, അല്ലെങ്കിൽ വോളിയം പെർ മീറ്റർ, പെർ മീറ്റർ എന്ന് വരും, വോൾട്ടേജ് പെർ മീറ്റർ എന്ന് വരും. ഇനി അടുത്തൊരു പോയിൻ്റാണ് ഫീൽഡ് ഡ്യൂ ടു എ
പോയിൻറ്റ് ചാർജ്. ഒരു പോയിൻറ്റ് ചാർജ് കാരണം ഒരു പോയിൻറ്റിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പം ഒരു ചാർജ് നമ്മൾ ഒറിജിനിൽ വെച്ചിട്ടുണ്ട്, ഒരു പോയിൻറ്റ് ചാർജ് ക്യൂ നമ്മൾ ഒറിജിനിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഇനി ആ ക്യൂവിൽ നിന്നും ആ ഡിസ്റ്റൻസ് മാറി ഒരു ചാർജ് പി എന്ന പോയിൻറ്റിൽ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ആ പി എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്നും ആർ ഡിസ്റ്റൻസ് മാറിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂവിൽ നമ്മുടെ ഒറിജിനിലിരിക്കുന്ന ക്യാപിറ്റൽ ക്യൂ കാരണം നമ്മുടെ ഈ പിയിലിരിക്കുന്ന ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ് എന്നാണ് കൂളംസ് ലോ വെച്ച് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഫോഴ്സ് എന്ന് പറയുന്നത് 1/4πε0 Q × Q/r-0. കാരണം ആർ മൈനസ് ഒറിജിനലാണ് ഇരിക്കുന്നത്, ഒറിജിനൽ കോർഡിനേറ്റ് എത്രയാണ് 0. സോ r-0/r-0 അപ്പോൾ കൂളംസ് ലോ നമ്മൾ അപ്ലൈ ചെയ്തു, ഫോഴ്സ് കിട്ടി. നമുക്ക് വേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ഇക്വേഷൻ എന്തുവാ? ലിമിറ്റ് Q → 0 F/Q. അപ്പോൾ എന്ത് ചെയ്താൽ മതി? Q ചെയ്യണം ആ ഇക്വേഷനകത്ത്. അപ്പോൾ നമ്മുടെ 2 ക്യൂടെ ക്യാൻസലായിപ്പോവും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1/4πε0 QR/r³ എന്ന് വരും. ഇനി നമ്മൾ കോർഡിനേറ്റ് ആയിട്ട് ഇപ്പം ആറിനെ നമുക്ക് എന്ത് കോർഡിനേറ്റ് ആയിട്ട് എഴുതാം? പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റമാണ്. അപ്പം ആറിനെ എങ്ങനെ എഴുതാം? XAX + YAY + ZAZ എന്ന് എഴുതാം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പം √(x² + y² + z² എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ 3/2 എന്ന് എഴുതിയെന്നേ ഉള്ളൂ. അപ്പം ഇതെല്ലാം ഡെറിവേഷനായിട്ട് എക്സാമിന് പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഇതിങ്ങനെ തന്നെ പഠിക്കുക. ഫീൽഡ് ഡ്യൂ ടു പോയിൻറ്റ് ചാർജ്, ഇതെല്ലാം ഡെറിവേഷനാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂളംസ് ലോയുടെ കുറച്ച് ആപ്ലിക്കേഷൻസാണ്. ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു വോളിയം ചാർജ് ഡെൻസിറ്റി ρV. നമ്മൾ ഈ കൂളംസ് ലോയുടെ ആപ്ലിക്കേഷനായിട്ട് 3 ടേംസാണ് പഠിക്കാൻ പോകുന്നത്: ρV, ρS, ρL. ഇത് 3ഉം അതിൻ്റെ ഇക്വേഷൻസും. ഇതെല്ലാം പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ടല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കാണേലും ഡെറിവേഷനായിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ തിയറി ആയിട്ടും ഡെറിവേഷനായിട്ടുമാണ് ചോദിക്കുന്നത്. പ്രോബ്ലം വരുന്ന പാർട്ടൊക്കെ കൂളംസ് നമ്മൾ ആദ്യം ചെയ്ത ടൈപ്പ് പ്രോബ്ലം, പിന്നെ ഇനി അങ്ങോട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഡെറിവേഷനായിട്ട് ഇങ്ങനെ തന്നെ എഴുതി പഠിക്കുക. ഓക്കെ, അപ്പം ഫസ്റ്റ് വോളിയം ചാർജ് ഡെൻസിറ്റി കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഒരു വോളിയം, ഒരു ക്യാപിറ്റൽ V വോളിയം എടുക്കുന്നു. അതിനകത്ത് നിറയെ നമ്മൾ ചാർജസ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും നമ്മളൊരു സ്മോൾ വോളിയം dV കൺസിഡർ ചെയ്യുന്നു. ആ വോളിയം കാരണം ഉണ്ടാകുന്ന ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, അതിനെയാണ് നമ്മൾ ആ ഒരു ഫുൾ ഡെൻസിറ്റി എന്നുള്ള വോളിയം ചാർജ് ഡെൻസിറ്റി ρV എന്ന് എടുക്കുന്നു. ഓക്കെ, ρV അതിൻ്റെ യൂണിറ്റ് cm/m³ എന്ന് എടുക്കുന്നു. അപ്പോൾ അത് കാരണം P എന്ന് പറഞ്ഞ പോയിന്റിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പം ആ dV എന്ന് പറഞ്ഞ വോളിയത്തിൽ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചാർജ്, അതിൽ നിന്നും ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ അതെന്ന് പറയുന്നത് വോളിയം ചാർജ് ഡെൻസിറ്റി ρV ആണ്, അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ചാർജ് dQ ആണ്, എലമെൻ്റൽ വോളിയം dVയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ρV എന്ന് പറയുന്നത് എന്ത് വരും? dQ/dV വരും. ഇനി dQ എന്ന് പറയുന്നത് എന്ത് വരും? ρV × dV. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമുക്ക് Q വേണം, ഓവറോൾ ചാർജ് വേണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്യണം, dQനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു വോളിയം ഇൻ്റഗ്രലാണ് ചെയ്യുന്നത്. സോ വോളിയം ഇൻ്റഗ്രൽ ρV dV എന്ന് നമുക്ക് എന്ത് കിട്ടും? Q കിട്ടും. ഇനി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എന്താണ്? = Q/4πε0 r². ഇതിനകത്ത് എന്ത് ചെയ്താൽ മതി? r³ വരുന്നത് ഓർക്കുക, യൂണിറ്റ് വെക്ടറിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. അല്ലാതെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതിയെങ്കിൽ ഇക്വേഷൻ Q/4πε0 r² ആണ്. അത് പ്രത്യേകം ഓർത്തോളുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മുടെ ക്യൂവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്ത് വരും?
ഇൻ്റഗ്രൽ വി റോ വി ഡി വി ബൈ 4 പൈ എപ്സിലോൺ 0 ആർ സ്ക്വയർ എ ആർ എന്ന് വരും. ഓക്കെ, ഇനി അടുത്തയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു സർഫസ് ചാർജ് ഡെൻസിറ്റി റോ എസ്. ഇതും മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു സർഫസ് ഏരിയ ഉണ്ട്, ഒരു ഡി എസ്, നമ്മളൊരു സ്മോൾ എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചാർജസ് കാരണം പിയിലുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി റോ എസ് എന്ന് പറയുന്നത് ഡി ക്യൂ ബൈ ഡി എസ് എന്ന് എഴുതാം. അങ്ങനെയാണ് ഡി ക്യൂ എന്ന് പറയുന്നത് റോ എസ് ഇൻറ്റു ഡി എസ് ആണ്. സോ ക്യൂ കണ്ടുപിടിക്കാനായിട്ട് സർഫസ് ഇൻ്റഗ്രൽ ഡി ക്യൂ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ക്യൂ ഈസ് ഈക്വൽ ടു റോ എസ് ഡി എസ് ഇൻ സർഫസ് ഇൻ്റഗ്രൽ റോ എസ് ഡി എസ് എന്ന് കിട്ടും. ഈ സർഫസ് ഇൻ്റഗ്രൽ റോ എസ് ഡി എസ് എന്നുള്ള ക്യൂവിൻ്റെ വാല്യൂ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിലെ ക്യൂവിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു സർഫസ് ചാർജ് ഡെൻസിറ്റി കിട്ടും. ഇനി അടുത്തയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ലൈൻ ചാർജ് ഡെൻസിറ്റി റോ എൽ. ഇത് ലീനിയറായിട്ട് ഒരു ചെറിയൊരു പോർഷൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് ലൈനിൽ ഒരു സ്മോൾ പോർഷൻ എടുത്ത് അവിടെ ആ ഒരു സ്മോൾ പോർഷൻ ലൈനിൽ നിന്നും ആർ ഡിസ്റ്റൻസ് മാറിയ ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ പോയിൻറ്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്ര ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്ന് പറയാം, റോയൽ എന്ന് പറയുന്നത് ഡി ക്യൂ ബൈ ഡി എൽ വരും. ഡി ക്യൂ എന്ന് പറഞ്ഞാൽ റോയൽ ഇൻറ്റു ഡി എൽ. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എന്ത് വരും? ഇ ഈസ് ഈക്വൽ ടു റോയൽ ഡി എൽ ബൈ 4 എപ്സിലോൺ 0 ആർ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത ഇപ്പം നമ്മൾ ഈ പഠിച്ച ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ലീനിയർ ചാർജ് ഡെൻസിറ്റി അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഡെറിവേഷനാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഫൈനൈറ്റ് ലൈൻ ചാർജ്. സിമ്പിൾ ഡെറിവേഷനാണ്, എല്ലാവരും എഴുതി തന്നെ പഠിക്കണം. അപ്പം ഫസ്റ്റ് നമ്മൾ ഫിസിക്സിൻ്റെ ഡെറിവേഷൻ കൂട്ട് തന്നെ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നതിനെ പറ്റിയിട്ടല്ല എഴുതുക, പിന്നെ അതിൻ്റെ പടം വരയ്ക്കുക, പിന്നെ ഇക്വേഷൻസ് എല്ലാം എഴുതുക. അപ്പം ഫസ്റ്റ് നമ്മളൊരു ലൈൻ ചാർജ് കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ലെങ്ത് L ആണ്. അതിൻ്റെ യൂണിഫോം ലീനിയർ ചാർജ് ഡെൻസിറ്റിയാണ് റോയൽ. ഇനി നമ്മൾ അതിനകത്ത് പി എന്ന് പറയുന്നൊരു ഫീൽഡ് പോയിൻ്റ് എടുക്കുന്നു. അത് നമ്മുടെ ഈ ഫൈനൈറ്റ് ലെങ്തിൽ നിന്നും എച്ച് ഡിസ്റ്റൻസ് മാറിയാണ് എച്ച് ഉള്ളത്. ഈ ഫൈനൈറ്റ് ലെങ്ത് എ ബി പോർഷനിൽ നിന്നാണ് നമ്മൾ ഈ എച്ച് ഡിസ്റ്റൻസ് മാറി പി എന്ന് പറയുന്ന പോയിൻ്റ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ലൈൻ ചാർജിൽ നമ്മളൊരു സ്മോൾ എലമെൻറ്റ് ഡി എക്സ് കൺസിഡർ ചെയ്യുന്നു. പിയിൽ നിന്നും ആർ ഡിസ്റ്റൻസ് മാറിയാണ് ഈ ഡി എക്സ് ഉള്ളത്. ഇനി ഈ പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ മുമ്പേ ഈ ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതിയായിരുന്നു. ആ ഇക്വേഷൻ തന്നെ നമ്മളിവിടെ വീണ്ടും ഒന്നുകൂടെ എഴുതിയേക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫിഗർ. എ ബി എന്ന് പറയുന്നൊരു ഫൈനൈറ്റ് ലൈൻ ചാർജ്, അതിൽ നിന്നും എച്ച് ഡിസ്റ്റൻസ് മാറിയ ഒരു പോയിൻ്റ് പി, പിയിൽ നിന്നും ഒരു ആർ ഡിസ്റ്റൻസ് മാറി ഒരു സ്മോൾ ഫൈനൈറ്റ് ഒരു സ്മോൾ എലമെൻ്റൽ ലെങ്ത് ഡി എക്സ് എടുത്തു. ഡി എക്സ് ഒരു അതിൻ്റെ നോർമലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഓക്കെ, ഇനി നമ്മുടെ ആ ഒരു ആറും നമ്മുടെ ആ ഒരു എച്ച് ഡിസ്റ്റൻസ് എക്സ് ആക്സിസ് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ആ ഒരു സ്മോൾ എലമെൻ്റൽ ആംഗുലാർ ഡിസ്റ്റൻസാണ് ഡി തീറ്റ. പിന്നെ ആ ആർക്ക് ലെങ്ത്, അതായത് ആ ഡി എക്സ്, ഈ ഒരു സ്മോൾ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ആംഗിളാണ് ഡി തീറ്റ. അതിൻ്റെ ആർക്ക് ലെന്ത് എന്ന് പറയുന്നതാണ് ഡി എക്സ് കോസ് തീറ്റ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ഫൈനൈറ്റ് ലൈൻ ചാർജിൻ്റെ രണ്ട് എൻഡ്സാണ് എയും ബിയും. നമ്മുടെ ഈ പി പോയിന്റിൽ നിന്നും എയിലേക്കും ഡോട്ടിട്ട് വരച്ചിട്ടുണ്ട്, ബിയിലേക്കും ഡോട്ടിട്ട് വരച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ആ ഒരു ആംഗിളാണ് തീറ്റ 2, അതുപോലെ തന്നെ ബിയിലേക്കുള്ള തീറ്റയാണ് മൈനസ് തീറ്റ 2. ഇനി ഇതിനകത്ത് പി എന്ന പോയിന്റിൽ അനുഭവപ്പെടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷനാണ് താഴോട്ട് വരച്ചിരിക്കുന്ന ഡി ഇ. അതിനെ നമ്മൾ രണ്ടായിട്ട് കമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്തിട്ടുണ്ട്. ഡി ഇ വൈ ഡി ഇ കോസ് തീറ്റ എന്ന് വരും. ഡി ഇ എക്സ് എന്ന് പറയുന്നത് ഡി ഇ സൈൻ തീറ്റ വരും. ഓക്കെ, ഇത് നമ്മൾ ഡെറിവേഷൻ എല്ലാം ചെയ്യുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ തന്നെയാണ്. അല്ലാതെ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ സിലിണ്ടറിക്കലും സ്പെറിക്കലൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന എന്ത് തന്നെയാണ്,
എല്ലാം കാർട്ടീഷ്യൻ, നമ്മളോടൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെല്ലാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ തന്നെ ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡെറിവേഷൻ ചെയ്യുന്നതെല്ലാം കാർട്ടീഷ്യനിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഡെറിവേഷനിലേക്ക് കടക്കുകയാണ്. ഡി ഇ, അതായത് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ലീനിയർ ചാർജ് ഡെൻസിറ്റി നമ്മൾ എഴുതിയായിരുന്നു. ഇ ഈസ് ഇക്വൽ ടു കെ എന്ന് പറയുന്നത് 1/4πε0 റോയൽ ഡി എക്സ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇപ്പോൾ ഈ ഡി എ നമ്മൾ രണ്ടായിട്ട് റിസോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിഗറിൽ. ഈ ഫിഗറിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡി ഇ കോസ് തീറ്റ ആൻഡ് ഡി ഇ സൈൻ തീറ്റ, അതായത് പെർപെൻഡിക്കുലർ ആൻഡ് പാരലൽ കമ്പോണൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, റിസോൾവ് ചെയ്തിട്ടുണ്ട്. സോ ഡി ഇ എക്സ് എന്ന് പറയുന്നത് ഡി ഇ സൈൻ തീറ്റ. ഇവിടെ ഡി ഇ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് തീറ്റയുടെ ഓപ്പോസിറ്റാണ് വരുന്നത്, അതുകൊണ്ടാണ് ഡി ഇ സൈൻ തീറ്റ വന്നത്. ഡി ഇ വൈ, തീറ്റയോട് അടുത്ത് കിടക്കുന്ന സൈഡാണ് വൈ ആക്സിസ്, സോ ഡി ഇ കോസ് തീറ്റ വന്നു. അപ്പം ഡി ഇ എക്സ് എന്ന് പറയുന്നത് ലൈൻ ചാർജിന് പാരലലും ഡി ഇ വൈ എന്ന് പറയുന്നത് ലൈൻ ചാർജിന് പെർപെൻഡിക്കുലറുമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാരലൽ കമ്പോണൻറ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ പാരലൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഡി ഇ എക്സ് ആണ്. സോ ഡി ഇ എക്സ് ഈക്വൽ ടു ഡി ഇ സൈൻ തീറ്റയാണ്. എന്ത് ചെയ്യണം? ഡി ഇയുടെ വാല്യൂ നമുക്കറിയാം, കെ റോയൽ ഡി എക്സ് ബൈ ആർ സ്ക്വയർ, അതിനകത്തൊരു സൈൻ തീറ്റയും കൂടെ വരും. നമ്മളിനി ഇതിനകത്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകുന്നത്. ഫ്രം ഫിഗറിൽ നിന്നും ഡി എക്സ് കോസ് തീറ്റ എന്ന് പറയുന്നത് ആർ ഡി തീറ്റ എന്ന് നമുക്ക് കിട്ടും. അതായത് ഈ ഇരിക്കുന്ന നമ്മുടെ ആ ഒരു ചെറിയ എലമെൻ്റൽ ആംഗിളുള്ള ഡി തീറ്റയുടെ ആർക്ക് ലെങ്താണ് ആർ ഡി തീറ്റ, അതായത് റേഡിയസ് ഇൻറ്റു ആംഗിൾ ആർ ഡി തീറ്റ. ആ ആർ ഡി തീറ്റയുടെ വാല്യൂ ഈ ഡി എക്സിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റയിൽ റിസോൾവ് ചെയ്യുമ്പം ആ ഒരു വാല്യൂ നമുക്ക് എന്ത് കിട്ടും? ഡി എക്സ് കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പം ആർ ഡി തീറ്റ ഈക്വൽ ടു ഡി എക്സ് കോസ് തീറ്റ എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പം ഡി എക്സ് കോസ് തീറ്റ എന്ന് പറയുന്നത് ആർ ഡി തീറ്റ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് ഡി എക്സിൻ്റെ വാല്യൂ എന്തെഴുതാം? ആർ ഡി തീറ്റ ബൈ കോസ് തീറ്റ. ഓക്കെ, അപ്പം കോസ് തീറ്റ എന്ന് ഇനി ഇപ്പം ഡി എക്സ് എന്ന് പറഞ്ഞാൽ ആർ ഡി തീറ്റ ബൈ കോസ് തീറ്റ, അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡി ഇ എക്സിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം കെ റോയൽ ആർ ഡി തീറ്റ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ കോസ് തീറ്റ എന്ന് കിട്ടും. ഇതിനകത്ത് നിന്ന് ആറും ആർ സ്ക്വയറിൽ നിന്നും ആറ് നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു ആറ് മാത്രം വരും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കോസ് തീറ്റയ്ക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കോസ് തീറ്റയ്ക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് കോസ് തീറ്റ എന്ന് പറയുന്നത് എച്ച് ബൈ ആറാണ്. അപ്പം ഇതാണ് തീറ്റ. ആ ഒരു റെഡിൽ ഞാൻ എഴുതിയേക്കുന്ന ആംഗിളാണ് തീറ്റ. അതിനകത്ത് കോസ് തീറ്റ എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പട്ന്യൂസ്. ഈ കോസ് തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡാണ് എച്ച്, ഹൈപ്പട്ന്യൂസ് ആണ് ആറ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു ആറ്, അതായത് നമ്മുടെ പി പോയിൻറ്റിൽ നിന്നും ഡി എക്സ് വരെയുള്ള ആ ഒരു ലെങ്താണ് ആറ്. സോ എച്ച് ബൈ ആറ് എന്ന് പറയുന്നത് കോസ് തീറ്റ കിട്ടും. അപ്പോൾ കോസ് തീറ്റ നമ്മൾ എച്ച് ബൈ ആറ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം ആറും മുകളിലത്തെ ആറൂടെ കട്ടായിപ്പോൾ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കെ റോയൽ സൈൻ തീറ്റ ഡി തീറ്റ ബൈ എച്ച് എന്ന് കിട്ടും, ഡി ഇ എക്സ്. ഇനി ഡി ഇ എക്സ് ആണ് ഉള്ളത്, നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. നമുക്കൊരു ഫൈനൈറ്റ് ലൈൻ ചാർജ് ആണ് ഉള്ളത് എ ബി എന്ന് പറയുന്നൊരു പോർഷനിൽ. ഇനി പി എന്ന പോയിന്റിൽ നിന്നും എയിലേക്കുള്ള ആംഗിളാണ് തീറ്റ 2, ബിയിലേക്കുള്ള ആ ഒരു ആംഗിളാണ് മൈനസ് തീറ്റ 1. അപ്പം നമുക്കൊരു ആംഗുലർ ലിമിറ്റ്സ് ഉണ്ട്, അതിനെ നമ്മൾ മൈനസ് തീറ്റ 1 എന്നും തീറ്റ 2 എന്നും എടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇ എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു വിത്ത് ദ ലിമിറ്റ് മൈനസ് തീറ്റ 1 ടു തീറ്റ 2. അപ്പോൾ അത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും സൈൻ തീറ്റ മാത്രമേ ഉള്ളൂ. തീറ്റയ്ക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് എല്ലാം പുറത്തെടുത്തു. സൈൻ തീറ്റയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് തീറ്റ, ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇ എക്സ് എന്ന് പറയുന്നത് കെ റോയൽ എച്ച് ബൈ കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് പാരലൽ കമ്പോണൻറ്റിൻ്റെ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഓക്കെ, ഇനി അടുത്ത പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഇതേപോലെ തന്നെ ചെയ്യാൻ പോവാം. അപ്പം ഡി ഇ വൈ എന്ന് പറഞ്ഞാൽ ഡി ഇ കോസ് തീറ്റയാണ്. അപ്പോൾ നമ്മൾ വാല്യൂസ് എല്ലാം മുമ്പലത്തെ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിനകത്ത് ഡി എക്സ് കോസ് തീറ്റയ്ക്ക് ഡയറക്റ്റായിട്ട് ആർ ഡി തീറ്റ എന്ന് കൊടുക്കാം. ഇനി അപ്പം കെ റോയൽ ഡി തീറ്റ ബൈ ആർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഇപ്പം കെ റോയൽ ഡി തീറ്റ ബൈ ആർ ചെയ്തു. ഇനിയും ചെയ്യുന്നത് ഈ ഇക്വേഷന് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു കോസ് തീറ്റ വെച്ച്
നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കെ റോയൽ കോസ് തീറ്റ ഡി തീറ്റ ബൈ ആർ കോസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി കോസ് തീറ്റ എന്ന് പറയുന്നത് എച്ച് ബൈ ആർ ആണ്. സോ എച്ച് എന്ന് പറയുന്നത് എന്താണ്? ആർ കോസ് തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ആർ കോസ് തീറ്റ നമുക്ക് എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡി ഇ വൈ എന്ത് കിട്ടി? കെ റോയൽ കോസ് തീറ്റ ഡി തീറ്റ ബൈ എച്ച്. ഇതിനെ വീണ്ടും നമ്മൾ -θ1 to θ2 ലിമിറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് തീറ്റയാണ് നമ്മുടെ കമ്പോണൻറ്റ്. സോ കെ റോയൽ എച്ച് ബൈ സൈൻ θ2 പ്ലസ് സൈൻ θ1 എന്ന് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് കിട്ടും. ഇത്രയും കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡെറിവേഷൻ. ഇനി ഇതിൻ്റെ കുറേ കേസസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കേസസ് എന്ന് പറഞ്ഞാൽ പി ഈ ഫൈനൈറ്റ് ലെങ്തിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരുന്നെങ്കിൽ, ഓക്കെ, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് കേസ് പി ഈസ് ഓൺ ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻ്റ് ഫൈനൈറ്റ് ലൈൻ ചാർജിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരുന്നെങ്കിൽ θ1 = θ2 = തീറ്റ, രണ്ട് ആംഗിളും ഈക്വൽ ആയിരുന്നേനെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇ എക്സിൻ്റെ വാല്യൂം ഇ വൈയുടെ വാല്യൂം, അതായത് നമുക്ക് അതിനകത്തെ കോസ് തീറ്റയ്ക്കും സൈൻ തീറ്റയ്ക്കും എന്ത് കൊടുത്താൽ മതി? θ1ൻ്റെ സൈഡിൽ തീറ്റാന്നും θ2 അവിടെ തീറ്റ, രണ്ടും തീറ്റ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇ എക്സ് എന്ന് പറയുന്ന വാല്യൂ നമുക്ക് 0 വരും. അതുപോലെ തന്നെ ഇ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് കെ റോയൽ ബൈ എച്ച് സൈൻ തീറ്റ എന്ന് കിട്ടും. ഇതിനകത്ത് ഇതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ നമ്മുടെ ഫിഗർ. അപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ എന്ത് കിട്ടും? സൈൻ തീറ്റ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പറ്റ്ന്യൂസ്. അപ്പം എൽ ലെങ്ത് ഉള്ള ഒരു ഫൈനൈറ്റ് ലെങ്ത് ആണ്. അപ്പം അതിൽ പകുതി എന്ന് പറയുമ്പം പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആകുമ്പം ഡിവൈഡ് ചെയ്യുന്നത് ഈക്വൽ ആയിട്ടായിരിക്കും. സോ L/2 ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം സൈൻ തീറ്റ എന്ന് പറയുന്നത് L/2 ബൈ √(x² + L/2 ദി ഹോൾ സ്ക്വയർ. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇ വൈക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ വൈക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും 2k റോയൽ L/2 ബൈ എച്ച് √(x² + L/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടെ ഒന്ന് ആ L/2ൻ്റെ 2 താഴെ കൊടുക്കുന്നു. അപ്പോൾ 2k റോയൽ L/2h √(x² + L/2 ദ ഹോൾ സ്ക്വയർ വരുന്നു. 2 2 ക്യാൻസലായി പോകുന്നു. അപ്പോൾ കെ റോയൽ L/h √(x² + L/2 ദ ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇക്വേഷൻ എഴുതുന്നു. ഇതാണ് പി പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയാലും, അതായത് ആദ്യത്തെ ആ ഒരു മെയിൻ ഡെറിവേഷൻ്റെ അതിൻ്റെ ആംഗിളിന് വരുന്ന വ്യത്യാസത്തിലാണ് കേസസ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസാണ് ഇൻഫിനിറ്റി ലോങ് ലൈൻ ചാർജ്. ഇത്ര നേരം നമ്മൾ ഫൈനൈറ്റ് ലൈൻ ചാർജ് ആയിരുന്നു പറഞ്ഞത്. ഇനി ഒരു ഇൻഫൈനൈറ്റ് ലൈൻ ചാർജ് ആണെങ്കിൽ θ1 θ2 എന്ന് രണ്ട് θ1ഉം θ2 എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. കാരണം ഇൻഫിനിറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അതിന് നമുക്കൊരു ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇ എക്സ് എന്ന് പറയുന്നത് 0 വരും. ഇ വൈ എന്ന് പറയുന്നത് 2k റോയൽ സൈൻ തീറ്റ ബൈ എച്ച്. അതായത് രണ്ട് ആംഗിളും പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ തീറ്റ, ഇതിപ്പോൾ θ1ഉം θ2 90 ഡിഗ്രിക്ക് ഈക്വലാണ്. സോ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ ഇക്വേഷൻ θ1 = θ2 എടുത്ത സമയത്ത് ആ ഒരു ഇക്വേഷൻ എടുത്താൽ മതി. അതിൽ തീറ്റയ്ക്ക് നമ്മൾ എന്ത് കൊടുത്താൽ മതി? 90 ഡിഗ്രി കൊടുത്താൽ മതി. അത്രയും നമ്മൾ എഴുതേണ്ടി വരത്തില്ല. സോ സൈൻ 90 ബൈ എച്ച് കൊടുക്കുമ്പോഴത്തേക്കിനും സൈൻ 91 ആണ്. സോ 2k റോയൽ ബൈ എച്ച് എന്ന് വരും. എന്നിട്ട് നമ്മൾ കെക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇ വൈയുടെ ഇക്വേഷൻ കിട്ടും. ഇനി ഇ എന്ന് പറയുന്ന √(ex² + Ey² ചെയ്താൽ മതി. നമ്മൾ മുമ്പേ ചെയ്ത രണ്ട് കേസിലും ഇ എക്സിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ടാണ് ഇ എന്ന് പറയുന്നത് ഇ വൈ തന്നെ ഡയറക്റ്റ് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്താണ് പോയിൻ്റ് പി ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് എച്ച് ഫ്രം എ ഫൈനൈറ്റ് എൻഡ് ഓഫ് എ സെമി ഇൻഫൈനൈറ്റ് ലൈൻ ചാർജ്. അതായത് ഒരു സെമി ഇൻഫൈനൈറ്റ് ലൈൻ ചാർജാണ്. ഒരു സൈഡ് ഫൈനൈറ്റും ഒരു സൈഡ് ഇൻഫൈനൈറ്റുമാണ്. ഫൈനൈറ്റ് ലൈനിൽ നിന്ന് എച്ച് ഡിസ്റ്റൻസ് മാറിയാണ് പോയിൻ്റ് പി. ഈ ഒരു കണ്ടീഷനിൽ θ1 എന്ന് പറയുന്നത് 0യും θ2 എന്ന് പറയുന്നത് 90 ഡിഗ്രിയുമാണ്. ഇത് നമ്മൾ ഇ എക്സിനകത്തും ഇ വൈക്കിടെയും ഫസ്റ്റ് ഇക്വേഷനകത്ത് θ1നും θ2നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഇ എക്സിൻ്റെയും ഇ വൈയുടെ വാല്യൂ കിട്ടും. എന്നിട്ട് ടോട്ടൽ ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് √(ex² + Ey² ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇയുടെ വാല്യൂ കിട്ടും. ആ പോയിന്റിലുള്ള ഇയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു കേസാണ് എൻഡ് ഓൺ പൊസിഷൻ ഓഫ് എ ഫൈനൈറ്റ് ലൈൻ ചാർജ്. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്കിനും
ഒരു സ്പെഷ്യൽ കേസാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എൽ ലെങ്ത് ഉള്ള ഒരെണ്ണം ഒരു ഫൈനൈറ്റ് ലൈൻ എടുക്കുന്നു. അതിൽ നിന്ന് എച്ച് ഡിസ്റ്റൻസ് മാറിയ ഒരു പോയിൻ്റ് പി. നമ്മൾ ഇതിനകത്തൊരു സ്മോൾ ലെങ്ത് എക്സ് എടുക്കുന്നു. ആ എക്സ് ഒഴികെ ബാക്കി ആ പി വരെയുള്ള ഡിസ്റ്റൻസാണ് എൽ പ്ലസ് എച്ച് മൈനസ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡി ഇ, ആ പോയിൻ്റുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഡി ഇ എന്ന് പറയുന്നത് കെ റോ എൽ ഡി എക്സ് ബൈ എൽ പ്ലസ് എച്ച് മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഡിസ്റ്റൻസ് ഇത്രയും വരും. അപ്പോൾ ഇനി ഇത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമുക്ക് ഇ കണ്ടുപിടിക്കണം. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ കിട്ടിയ ഡി എ മൊത്തത്തിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫങ്ഷൻ, അതായത് നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഈ എൽ പ്ലസ് എച്ച് മൈനസ് എക്സിനെ നമ്മൾ യു എന്ന് കൊടുക്കുന്നു, മൈനസ് ഡി എക്സിനെ ഡി യു എന്നും കൊടുക്കുന്നു. ഓക്കെ, സോറി, മൈനസ് ഡി എക്സിനെ നമ്മൾ ഡി എക്സിനെ മൈനസ് ഡി യു എന്നൂടെ കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് എന്ത് കിട്ടും, യുവിനും മൈനസ് ഡി ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും 1/u² ഇൻ്റഗ്രലാണ് -1/u. അപ്പോൾ ആ മൈനസും ഓൾറെഡി ഉള്ള മൈനസും കട്ടായി പോയിട്ട് 1/u ലിമിറ്റ് h/l+h എന്ന് കിട്ടും. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E = k rho l 1/h - 1/l+h എന്ന് കിട്ടും. ഇതാണ് എൻഡ് ഓൺ പൊസിഷൻ ഓഫ് എ ഫൈനൈറ്റ് ലൈൻ ചാർജിൻ്റെ ഡെറിവേഷൻ. ഇതെല്ലാം നമ്മൾ ആദ്യം എഴുതിയ ഫൈനൈറ്റ് ലൈൻ ചാർജിൻ്റെ സെപ്പറേറ്റ് കേസസ് ആണ്. അതിനകത്ത് വരുന്ന ആംഗിളിന് വരുന്ന വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഈ എൻഡ് ഓൺ പൊസിഷൻ ഓഫ് എ ഫൈനൈറ്റ് ലൈൻ ചാർജാണ്. ഓക്കെ, താങ്ക് യു.